ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ശക്തിയെക്കുറിച്ചായിരുന്നു. ഇതിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും. യഥാർത്ഥത്തിൽ സരസ്വതി ദേവി ബ്രഹ്മാവിനോട് ചേർന്നിരിക്കുന്ന ബ്രഹ്മതത്വത്തെ അറിയാൻ നമുക്ക് ജ്ഞാനം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ജ്ഞാനശക്തി സ്വരൂപിണിയായി നമ്മൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നത്. അതുപോലെയാണ് ലക്ഷ്മി ഭഗവതി. വിഷ്ണു സ്ഥിതിമൂർത്തിയാണ്. നമുക്കിവിടെ നിലനിൽക്കാൻ എന്താ വേണ്ടത്? ധനം വേണം, ഐശ്വര്യം വേണം. ഈ ഐഹികത്തിൽ ജീവിക്കാൻ നമുക്കത് പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി ഭഗവതിയെ സാക്ഷാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതിയെ വിഷ്ണുവിനോട് ചേർത്ത് വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്, അതായത് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഇരിക്കുന്നത് താമരയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. താമര കിടക്കുന്നത് വെള്ളത്തിലുമാണ്. അപ്പോൾ ഈ ലക്ഷ്മി ഭഗവതിയും സരസ്വതി ദേവിയും ഇരിക്കുന്നത് താമരയിലല്ലേ? നമുക്കും ഒന്ന് കയറിയിരുന്ന് നോക്കിയാലോ? താമരയിൽ എന്താ സംഭവിക്കുക? താണുപോകും. നമ്മളിരുന്നാൽ താണുപോകും. പക്ഷേ ലക്ഷ്മി ദേവിയോ സരസ്വതി ദേവിയോ ഇരുന്നാൽ താഴില്ല. നമ്മളിരുന്നാൽ താണും പോകും. എന്താ കാരണം? ലക്ഷ്മി ദേവിക്ക് കനമില്ല, അതായത് ഭാരമില്ല. സരസ്വതി ദേവിക്ക് കനമില്ല. നമുക്ക് കന കൂടുതലുമാണ്. ഏത് കനമാണ്? തലക്കനം, അതായത് അഹങ്കാരം. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വരഹസ്യമുണ്ട്. എല്ലാവരും അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് ഐഹികത്തിൽ എത്രമാത്രം ധനമോ എത്രമാത്രം ഐശ്വര്യമോ കൂടാതെ എത്രത്തോളം വിദ്യയോ അതായത് അറിവോ വർദ്ധിച്ചാലും അത്രയും നമ്മുടെ കനം കുറയണം. അതായത് അഹങ്കാരം തീരെ ഇല്ലാതാവണം. ഈ വെള്ളം എന്ന് പറയുന്നത് സംസാരമാണ്. ഇവിടെ നമുക്ക് കനം കൂടിപ്പോയാൽ ഈ സംസാരത്തിൽ താണുപോകും. അതുകൊണ്ടാണ് സരസ്വതി ദേവിയെയും ലക്ഷ്മി ഭഗവതിയെയും താമരയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ രഹസ്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. അവരുയർന്ന് തന്നെയാണ് നിൽക്കുന്നത്. കനക്കുറവുള്ളത് കൊണ്ടാണ് അവർ ഉയർന്നു നിൽക്കുന്നത്. നമുക്കും അതുപോലെ ഉയർന്നു നിൽക്കാൻ എപ്പോഴും നമ്മെ ആ ഈശ്വര സ്വരൂപങ്ങൾ തത്വരൂപേണ നമ്മെ സഹായിക്കട്ടെ. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.